കൊല്ലത്ത് RSS പ്രവർത്തകന്റെ അധിക്ഷേപത്തെ തുടർന്ന് മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ജീവനൊടുക്കാൻ ശ്രമിച്ചു. വള്ളിക്കീഴ് സ്വദേശിനി സുചിത്രയാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, എപ്പോഴായിരുന്നു സംഭവം? ആദ്യം ആ വാക്കുകളിലെ തുടക്കത്തിൽ തന്നെ ഞാൻ പ്രവർത്തകയായി വരുന്നത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേര് ഇതിനകത്തുണ്ടായിരുന്നു. എന്നിട്ടും ഞങ്ങളതെല്ലാം മറന്ന് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ്. സ്ഥാനാർത്ഥിയായി എന്നെ ആയിരുന്നു പാർട്ടി കണ്ടുവച്ചിരുന്നത്. ആദ്യം എൻ്റെ പേര് തന്നെ പാർട്ടി മുന്നോട്ട് വെച്ചത്. അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി പല മീറ്റിങ്ങുകളിലും എന്നെ ഇരുത്തി വളരെയധികം വൃത്തികെട്ട രീതിയിൽ അധിക്ഷേപിക്കാവുന്ന രീതിയിലെല്ലാം അധിക്ഷേപിച്ചു. എന്നിട്ട് നമ്മൾ വളരെ സ്നേഹത്തോട് തന്നെ മുന്നോട്ട് പോയി. സ്ഥാനാർത്ഥിയല്ല എന്നറിഞ്ഞപ്പോഴും വളരെയധികം സങ്കടം ഉണ്ടായിരുന്നു. എന്നാൽ പോലും ആ ഡിവിഷനിൽ പ്രവർത്തിക്കാതെ മറ്റു ഡിവിഷനിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. അതും പോരാഞ്ഞ് ഇപ്പോൾ റോഡ് നീളെ നിന്ന് ആഭാസം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനൊരു കാര്യം എഴുതി മൊബൈലിൽ അവരിട്ടത്. വളരെയധികം വിഷമമുണ്ട്. നാട് നീളെ നടന്ന് എന്നെക്കുറിച്ച് കുറ്റം പറയുക, മൊബൈലിൽ ഓരോന്ന് എഴുതിയിടുക. ചെയ്യുന്നത് സംഘത്തിൻ്റെ ജില്ലാ ചുമതലയിലിരിക്കുന്ന കണ്ണൻ, കുട്ടൻ, അതുപോലെ വള്ളിക്കീഴിൽ ചുമതലയിലിരിക്കുന്ന RSSൻ്റെ പ്രദീപ്. നിങ്ങൾക്ക് പരാതിയുണ്ട്? പരാതിയുണ്ട്. രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, ഒരു സ്ത്രീയായ അവരുടെ പാർട്ടി പ്രവർത്തകയെ പരമാവധി ആക്ഷേപിക്കുകയാണ്. അവർ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇത് ചവറ മണ്ഡലം പ്രസിഡൻ്റാണ് സുചിത്ര വിജയൻ. ഇന്ന് രാവിലെ ആയിരുന്നു ഈ പറയുന്ന സങ്കടകരമായ കാര്യം. ഇവർ മനംതൊന്ത്, അതായത് അത്രമാത്രം കഴിഞ്ഞ ഈ ഇലക്ഷന് ശേഷം, ഇലക്ഷന് മുമ്പും, അതായത് ആദ്യം സ്ഥാനാർത്ഥി പട്ടികയിൽ സുചിത്ര വിജയൻ്റെ പേര് 1ാം സ്ഥാനത്തായിരുന്നു. ആ സമയം മുതൽ തന്നെ സുചിത്ര അതിൽ പ്രവർത്തനത്തിലും ഏർപ്പെട്ടിരുന്നു. അവർ കുറച്ച് പൈസയും അവർ ചെലവഴിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൻ്റെ പെട്ടെന്ന്, അതായത് നോമിനേഷൻ പത്രിക ഇത് കൊടുക്കുന്നതിൻ്റെ തലേന്ന് ആരോടും ഒരു വാക്കുപോലും പറയാതെ ഇടതുപക്ഷത്തു നിന്ന് വന്ന ഒരു അമ്മു എന്ന് പറയുന്ന ഒരു യുവതിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കി. ഇതോടെ അവിടുത്തെ പാർട്ടി പ്രവർത്തകർ മുഴുവനും ഇടഞ്ഞു. അവരോട് പോലും ആലോചിക്കാതെ, കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാതെ, കോർ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ, RSSൻ്റെ കോർ കമ്മിറ്റി തീരുമാനങ്ങൾ വരെ അട്ടിപ്പറിച്ചുകൊണ്ടായിരുന്നു RSSലെ ചില നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ഇതുപോലെ ആ സ്ഥാനാർത്ഥി ഇതിൽ മാറ്റം വരുത്തിയതും ഈ സുചിത്ര വിജയനെ തഴഞ്ഞതും. പക്ഷേ സുചിത്ര വിജയൻ അപ്പോഴും തളർന്നില്ല. അവരും അവിടെയുള്ള പ്രവർത്തകരും എല്ലാവരും ചേർന്ന് തൊട്ടടുത്ത ഡിവിഷനിലും, ആ ഡിവിഷനിൽ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് തൊട്ടടുത്ത ഡിവിഷനിൽ അവരത് പ്രവർത്തിച്ചു. നന്നായി അവിടെ ഇവരുടെ സ്വന്തം ഡിവിഷനിൽ തന്നെ വോട്ടുകളൊക്കെ ചേർക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ RSS പ്രവർത്തകരും ഈ പരാതിയിൽ ചില ആളുകളുടെ പേരുകൾ പറയുന്നുണ്ട്. ആ പേരുകളിൽപ്പെട്ട ആളുകൾ, അതായത് RSSൻ്റെ ജില്ലാ പ്രൗഢ് പ്രമുഖ് മാമൂട്ടിൽക്കടവ് കണ്ണൻ, RSS പ്രവർത്തകൻ അനന്തകൃഷ്ണൻ. ഈ അനന്തകൃഷ്ണനാണ് ഈ പോസ്റ്റ് ഇട്ടത്. ശക്തികുളങ്ങര വള്ളിക്കീഴ് ഉപനഗർ കാര്യവാഹ് പ്രദീപ്, ഇവരുടെ പേരുകളാണ് അവർ പറയുന്നത്. ഇവരുടെ നേതൃത്വത്തിൽ ഇവരെ അധിക്ഷേപിച്ചു. വഴിയിൽ നടക്കുമ്പോൾ പോലും പരിഹാസങ്ങൾ, അതുപോലെ പലതരത്തിൽ അപമാനിക്കാൻ ശ്രമിച്ചു. സഹികെട്ടാണ് പിന്നീട് ഇവരെ കാണാതെ ഒഴിഞ്ഞു മാറി നടക്കേണ്ട സ്ഥിതി ഉണ്ടായി. എന്നിട്ടും ഇവർ വിട്ടില്ല. ഇവർ പറയുന്ന വാക്കുകളിൽ തന്നെ നമുക്ക് ആ കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. അത്ര നൊമ്പരത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. പാർട്ടി അവിടെ കെട്ടിപ്പടുത്താനും ഏതാണ്ട് കുറേ പതിറ്റാണ്ടായി തന്നെ അവിടെ പാർട്ടിയിൽ സജീവ പ്രവർത്തകയാണ്. അതുകൊണ്ടാണ് അവിടെ ഭാരവാഹിയായതും. പക്ഷേ ഇതിൻ്റെ പേരിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചെങ്കിലും പിന്നീട് പാർട്ടിയിൽ പ്രവർത്തിച്ചപ്പോൾ ഈ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ പ്രകോപിതരായ RSS നേതൃത്വം, അല്ലെങ്കിൽ ഇതിൽപ്പെട്ട ആളുകൾ പറയുന്നത് ഇവർ അതായത് ഇപ്പോൾ ഈ സുചിത്ര വിജയനും ഭർത്താവ് പ്രദീപ്, അതുപോലെ ഒപ്പമുണ്ടായിരുന്ന ചിന്നു, അങ്ങനെ ചന്ദ്രലേഖ, ഇവരുടെ നേതൃത്വത്തിൽ ഒരു സംഘം അവർക്കെതിരായി പ്രവർത്തിച്ചു. അതിൻ്റെ പേരിലാണ് ഇവിടെ ഈ വോട്ട് നഷ്ടപ്പെട്ടതും BJP സ്ഥാനാർത്ഥി തോൽക്കാൻ കാരണമെന്ന ഒരാക്ഷേപം വെച്ചുകൊണ്ടാണ് പോസ്റ്റ് ഇടുന്നത്. മാത്രമല്ല ഇടതുമുന്നണിയിൽ നിന്ന് പണം വാങ്ങി എന്നൊക്കെയായിരുന്നു ഇവർക്കെതിരെ ഉന്നയിച്ച ആരോപണം. ഇതിൽ മനംനൊന്താണ് ഇന്ന് രാവിലെ ചന്ദ്രലേഖ കുറേയേറെ ഗുളികകൾ എടുത്ത് കഴിച്ചതും, അങ്ങനെ ഇപ്പോൾ ഈ ഒരു നിലയിൽ ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ കഴിയുന്നതും. അവരെ ഇന്ന് രാവിലെ അവിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവരിനി രേഖാമൂലം പോലീസിന് പരാതി നൽകും. ഒപ്പം തന്നെ ഈ RSSൻ്റെയും BJP പ്രവർത്തകരും അവിടെ ജില്ലാ ആശുപത്രിയിലെത്തി പ്രദീപിനെ, അതായത് സുചിത്രയുടെ ഭർത്താവ് പ്രദീപിനെ അനുനയിക്കാൻ ശ്രമിച്ചെങ്കിലും
അതിലവർ വഴങ്ങിയില്ല. അവർ പരാതിയുമായി മുന്നോട്ട് പോകും. ഈ RSSലും BJPയിലും നടക്കുന്ന ഇതുപോലെയുള്ള കാര്യങ്ങൾക്കെതിരെ ഇനിയും പടപൊരുതും. തങ്ങൾ ഇവരുടെ നിലപാടുകളെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അവർ രംഗത്ത് വന്നിരിക്കുന്നതും. കൈരളി ന്യൂസിനോട് ഇത് അവർ പ്രതികരിച്ചത്. ഷമി. കൊല്ലത്ത് BJP നേതാവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. RSSകാരായ നേതാക്കന്മാരുടെ പ്രവൃത്തി കാരണമാണ് താൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് എന്നുള്ളതാണ് അവർ പറയുന്നത്. രാജ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.